അപ്പോൾ ഒരുപാട് മെമ്മറീസ് തന്നിട്ട് നമ്മുടെ 2024 എന്നുള്ള ഇയർ ഇവിടെ എൻ്റെ ചെയ്യാണ് അല്ലേ. യെസ്, അപ്പോൾ നെക്സ്റ്റ് ഇയർ ആയിട്ടില്ല 2025 എല്ലാവർക്കും നല്ലൊരു ഇയർ ആവട്ടെ എന്നുള്ളത് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് 2025 വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കാലണ്ടർ കേട്ടോ. അപ്പോൾ ഈ ഒരു കാലണ്ടറിൻ്റെ ഡിസൈൻ കുറേ കാലമായിട്ട് എന്താ പറയുക, ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽക്കെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ മനസ്സിലുള്ളൊരു അതായത് മനസ്സിലല്ല, ഞാനൊരു കണ്ടുവച്ചിരുന്ന ഒരു ഡിസൈനായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വർഷത്തിൻ്റെ പകുതിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അത് തീരാനായിട്ടോ കാലണ്ടർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് ഇയർ വരുമ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വെച്ചതായിരുന്നു. അപ്പോൾ ഫൈനലി ഇത് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു വേസിൻ്റെ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ഷേപ്പിൽ കട്ട് ചെയ്താലും നമുക്ക് അതിനുള്ളിൽ ഡേറ്റും ആ കാലണ്ടർ നമുക്കൊരു 1 മന്തിൻ്റെ കാലണ്ടർ എഴുതാൻ പറ്റിയിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ, അതായത് വരച്ചെടുക്കാൻ. ഓക്കെ, എന്നിട്ട് ഞാൻ ആ വരച്ചെടുത്തിട്ടുള്ള ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റെൻസിൽ വെച്ചിട്ട് ഇതുപോലെ 12 കാർഡ്സിലും ഈ വേസിൻ്റെ സെയിം സൈസിലുള്ള ഈ വേസ് ഞാൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ലീവ്സ് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം, എന്ത് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ലീവ്സിൻ്റെ പാർട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഞാനൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ കട്ട് ചെയ്താൽ ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വളഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ബോയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് കാണാൻ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല, സിമ്പിളാണ്. പിന്നെ ഞാനിവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള കാർഡ് അത്ര പ്യുവർ വൈറ്റ് അല്ലാത്തതിനെ കൊണ്ട് ആ നമ്മുടെ മന്തിൻ്റെ നെയിം കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്റ്റിക്കർ ഒട്ടിച്ചെടുത്താൽ കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ വീക്ക് ഡേയ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് 12 കാർഡ്സ് വേണം കേട്ടോ. അപ്പോൾ എല്ലാ കാർഡിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ലീവ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. നമുക്കൊരു എന്താ പറയുക, ഒരു ഫ്ലവർ വേസിൽ ഫ്ലവേഴ്സ് ഇട്ടച്ച് പോലെ ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ 12 കാർഡ്സ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ജാനുവരി ടു ഡിസംബർ വരെയുള്ള ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും ഡേറ്റ്സ് ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഫോൺ നോക്കിയിട്ട് ഇതുപോലെ ഡേറ്റുകൾ എല്ലാത്തിനും അതൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എഴുതുമ്പോൾ നിങ്ങൾ തെറ്റി പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക, പിന്നെ അത് ഫസ്റ്റോട്ട് ചെയ്യേണ്ടി വരും ഡേറ്റ് തെറ്റിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു പണിയും കൂടെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പ്രോപ്പറായിട്ട് ഇതിനെ നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊരു സ്റ്റാൻഡും കൂടെ മേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാൻഡ് മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഫോൺ ഹോൾഡറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ സ്റ്റാൻഡ് തന്നെ മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളാണ്. സെയിം ഇതുപോലെ തന്നെ ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് അതിൻ്റെ മുകളിൽ നിന്ന് വരച്ചെടുക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. എന്നിട്ട് ആ ഒരു ഷേപ്പിലൂടെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡ് റെഡി. അപ്പോൾ നമ്മുടെ കുറച്ചൊരു പെയിൻറ്റിങ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കാണാൻ കുറച്ച് ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ കാലണ്ടർ അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം സെറ്റാണ്. നമ്മുടെ കാലണ്ടർ മേക്കിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇതിൽ ഓരോ പേജസും നമ്മൾ ദിവസങ്ങൾക്ക് കണക്കെ നമ്മൾ ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ. കാരണം ഒരു വർഷം എത്ര പെട്ടെന്നാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.